ഏറെ നേരം ചെയറിലിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ. അംബികാന്റിയും കാശിയും പറഞ്ഞത് കേട്ട് എന്നോട് പിണങ്ങിയാണ് റൂമിൽ കയറി കഥയടച്ചത്. എല്ലാവരും പറഞ്ഞതുപോലെ അബ്രാം നല്ലവനായിരിക്കാം. എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായവനായിരിക്കാം. പക്ഷേ എനിക്ക് അയാളെ ചിക്കു സ്നേഹിച്ചതുപോലെ അയാളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ഞാൻ ശിശിരയാണ്. ചിക്കു എൻ്റെ ഉപബോധ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. അറിയില്ല. ഓഫീസിൽ പോകാൻ തോന്നിയില്ല. വർക്ക്ഷോപ്പിൽ നിന്നും സ്കൂട്ടി കൊണ്ടുവന്ന് തന്നപ്പോഴാണ് മനസ്സിലൊരാഗ്രഹം തോന്നിയത്. കുഞ്ഞുണ്ണിയെ കുളിപ്പിച്ച് റെഡിയാക്കുമ്പോൾ മനസ്സിൽ ആശങ്ക മാത്രമായിരുന്നു. ചിക്കു, നമ്മൾ എവിടെ പോവാ? കുഞ്ഞുണ്ണി ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. കുഞ്ഞുണ്ണി ഇതുവരെ പോവാത്ത ഒരു സ്ഥലത്തേക്ക്. ഞാൻ പോവാത്ത സ്ഥലം ഏതാ? കുഞ്ഞുണ്ണി അമ്മയുടെ വീട് കണ്ടിട്ടില്ലല്ലോ. ചിക്കുവിൻ്റെ വീട് നമ്മുടെ വീടല്ലേ? അല്ല, അമ്മ കൊണ്ടുപോയി കാണിക്കട്ടെ. അമ്പലത്തിൽ പോകണം. കുഞ്ഞുണ്ണി മിടുക്കനായിട്ട് വളരാൻ പ്രാർത്ഥിക്കണം. ഞാൻ സെറ്റ് മുണ്ടുകൊടുക്കുന്നതിനിടയിൽ കുഞ്ഞുണ്ണിയോട് പറഞ്ഞു. അംബികാന്റിയോട് അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞു. ആൻറ്റിയുടെ മുഖത്ത് തെളിച്ച കുറവ് എന്നെ നൊമ്പരപ്പെടുത്തി. ആൻറ്റി, അബ്രാമിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. ഞാൻ ശിശിരയാണ്, അയാളുടെ ചിക്കുമല്ല. എനിക്കെല്ലാം പെട്ടെന്ന് മനസ്സിലായപ്പോൾ അബ്രാമിനോട് അങ്ങനെ പറയാനാണ് തോന്നിയത്. അയാൾ വിളിച്ച എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറയണം. വണ്ടിയിൽ കയറുമ്പോൾ ആൻറ്റിയോട് പറഞ്ഞു. കുഞ്ഞുണ്ണി ഒത്തിരി സന്തോഷത്തിലാണ് സ്കൂട്ടിയിൽ കയറി ആൻറ്റിക്ക് ടാറ്റ കൊടുത്തത്. വീടടുത്തുള്ള ശിവന്റെ അമ്പലത്തിൽ കയറി തൊഴുതു നിൽക്കുമ്പോൾ മനസ്സിൽ കുട്ടിക്കാലമായിരുന്നു. കുഞ്ഞുണ്ണി എന്നോട് ചോദിക്കുന്നതിനെല്ലാം യാന്ത്രികമായി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. പലരും ഞങ്ങൾ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആർക്കും മുഖം കൊടുക്കാതെ കുഞ്ഞുണ്ണിയുടെ കൈ പിടിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. വീട്ടിലേക്കുള്ള വഴിയിൽ സ്കൂട്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും മനസ്സിടറി. പേടിയും ടെൻഷനും എന്നെ വന്ന് മൂടുന്നുണ്ടായിരുന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത് കണ്ടു. റോഡ് സൈഡിൽ സ്കൂട്ടി ഒതുക്കി വെച്ച് ഞങ്ങൾ ഇറങ്ങി. ഇതാണോ ചിക്കുവിൻ്റെ വീട്? അതെ. ഇവിടെ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്. ചിക്കുവിൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. എന്നിട്ട് എന്താ നമ്മൾ മാത്രം തന്നെ താമസിക്കുന്നേ? നമുക്ക് ചിക്കുവിൻ്റെ വീട്ടിലൊന്ന് കയറി നോക്കിയാലോ? ഞാൻ വിഷയം മാറ്റാൻ കുഞ്ഞുണ്ണിയോട് ചോദിച്ചു. അവൻ തലയാട്ടി. ഗേറ്റ് തുറന്ന് വരാന്തയിൽ കയറി കോണും ബെല്ലടിച്ച് കാത്തു നിൽക്കുമ്പോൾ എൻ്റെ ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എന്തും കേൾക്കാൻ മനസ്സുകൊണ്ട് റെഡിയായിരുന്നു. വാതിൽ തുറന്ന അമ്മ എന്നെ കണ്ട് സ്തംഭിച്ചു നിന്നു. കുറച്ചുകൂടി പ്രായമായിരിക്കുന്നു. മുടി പകുതിയും നരച്ച് മുഖത്ത് ചുളവും വീണ് വേറൊരാളെ പോലെ തോന്നി. അമ്മേ. മോളെ നീ? അമ്മ നിറക്കണ്ണുകളോടെ എന്നെയും കുഞ്ഞുണ്ണിയെയും നോക്കി. അകത്തു നിന്ന് ഒരു കുഞ്ഞുകുട്ടിയുടെ സൗണ്ട് കേട്ട് അതിശയത്തോടെ ഞാൻ നിന്നു. അച്ഛമ്മേ. 1.5 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അമ്മയുടെ കാലിൽ ചുറ്റിപ്പിടിച്ച് നിന്നു. ശരത്തിന്റെ കുഞ്ഞാ. എൻ്റെ മുഖഭാവം കണ്ടിട്ടാവണം, അമ്മ പറഞ്ഞു. ഞാൻ കുനിഞ്ഞ് അവളെ എടുത്തു. കുഞ്ഞുണ്ണി വിടർന്ന കണ്ണുകളോടെ എന്നെ നോക്കി. കുഞ്ഞുണ്ണിയുടെ കസിനാണ്, ഞാൻ അവനോട് പറഞ്ഞു. സുന്ദരിക്കുട്ടിയുടെ പേരെന്താ? ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. വാവ, അവൾ കൊഞ്ചി. വാവ എന്നേ അവൾ പറയൂ. ആരമ്മ അവിടെ? ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ശരത്തിന്റെ പെണ്ണ് ശരണ്യ, അമ്മ പരിചയപ്പെടുത്തി. എന്നെ നോക്കി ടെൻഷനോടെ ആ കുട്ടി പുഞ്ചിരിച്ചു. അമ്മയെ കണ്ടിട്ടാവണം വാവയും എൻ്റെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങി. 5 വർഷങ്ങൾ കൊണ്ട് ഈ വീട് പൂർണ്ണമായും എന്നെ മറന്നതുപോലെ തോന്നി. ശരത്തേട്ടൻ്റെ കല്യാണം പോലും അറിഞ്ഞില്ല. കുഞ്ഞുണ്ണി എൻ്റെ കയ്യിൽ തൂങ്ങി കൗതുകത്തോടെ അമ്മയെ നോക്കിയിട്ടും അവനൊന്ന് നോക്കി പുഞ്ചിരിച്ചതല്ലാതെ അമ്മ ഒന്നും ചോദിച്ചതുപോലുമില്ല. അമ്മയുടെയും ശരണ്യയുടെയും മുഖത്ത് ടെൻഷൻ കണ്ടപ്പോൾ മനസ്സിലായി അച്ഛനും ശരത്തേട്ടനും വീട്ടിലുണ്ടെന്ന്. ഞാൻ അച്ഛനെയും ശരത്തേട്ടനെയും കൂടി കാണാനാണ് വന്നത്. ഒന്ന് വിളിക്കുവോ? ശരണ്യയോട് പറഞ്ഞു. അവൾ പേടിയോടെ അകത്തേക്ക് പോയി. മോളെ, അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അച്ഛനെയും ശരത്തിനെ അറിയാലോ. അമ്മയ്ക്ക് വേറെ വഴിയില്ല.
നീ എന്നോട് ക്ഷമിക്ക്. മോൻ്റെ പേരെന്താ? കുഞ്ഞുണ്ണിയുടെ തലയിൽ തലോടി അമ്മ ചോദിച്ചു. ആദിദേവ്, കുഞ്ഞുണ്ണി സന്തോഷത്തോടെ പറഞ്ഞു. പിഴച്ചവൾക്കെന്താ ഈ വീട്ടിൽ കാര്യം? ശരത്തേട്ടൻ വരാന്തയിലോട്ട് ഇറങ്ങി വന്ന് ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ കുഞ്ഞുണ്ണിയെ ചേർത്ത് പിടിച്ചു. ഇതിൽ പോയപ്പോ കയറിയതാ. ഞാനോർത്തു നിന്റെ റാം നിന്നെ വേണ്ടെന്ന് വെച്ചെന്ന്. ഒന്നും പറയാതെ അമ്മയെ നോക്കിയപ്പോ കണ്ടു അച്ഛനും എന്നെ നോക്കി നിൽക്കുന്നത്. പിഴച്ചവൾക്കും പിഴച്ച സന്തതിക്കും ഇവിടെ കയറി വരാൻ ആരാ ധൈര്യം തന്നത്? അന്ന് ഞങ്ങൾ നിന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ? അച്ഛൻ ചോദിച്ചു. ഈ വീട്ടിൽ വരാൻ ഇനി ഞാൻ എന്തിനു പേടിക്കുന്നത്? ഓർമ്മ വെച്ചപ്പോ മുതൽ പേടിച്ച് മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. ഇപ്പോ എനിക്ക് ഭയവും ഇല്ല. അതുകൊണ്ടാണല്ലോ അവന്റെ കൂടെ പോയത്. കൊച്ചുമായി അവൻ തന്ന ധൈര്യമായിരിക്കും അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ കാണിച്ചത്? ശരത്തേട്ടൻ ദേഷ്യത്തോട് ചോദിച്ചു. നിങ്ങൾ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ട്രെയിനിൽ വെച്ച് എന്നെ കെവിൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചോ? ആ ഷോക്കിൽ എന്റെ ഓർമ്മ പോയെന്ന് പറഞ്ഞതും ഓർമ്മയില്ലാത്ത എന്നെയായിരുന്നു അബ്രാം ട്രെയിനിൽ നിന്നും ശരത്തേട്ടനെ ഏൽപ്പിച്ചത്. ശരത്തേട്ടൻ എന്താ വിചാരിച്ചേ? ഞാൻ അയാളുടെ കൂടെ കറങ്ങി നടന്നിട്ട് വന്നതാണെന്നോ? ഏട്ടൻ അയാളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അന്നത്തെ മനസ്സിൽ എന്നെ രക്ഷിച്ച ആളെ പ്രതിഷ്ഠിച്ചു. ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എന്നെ നിങ്ങൾ വയനാട്ടിൽ ആരത് ഉപേക്ഷിച്ചു. അവിടെ നിന്നും അബ്രാമാണ് രക്ഷിച്ചത്. അല്ലെങ്കിൽ ഞാനിന്നും മുഴു ഭ്രാന്തി ആയേനെ. അബ്രാമിനെ ഞാൻ ഹസ്ബൻഡായി തെറ്റിദ്ധരിച്ചു. ഏട്ടൻ അയാളെ കൊല്ലാൻ നോക്കുന്നത് കണ്ട ഷോക്കിലാവണം എനിക്ക് ഓർമ്മ തിരിച്ചു വന്നത്. റാമിനെ മറന്ന് നിങ്ങളുടെ കൂടെ വന്നത്, നിങ്ങൾ പറഞ്ഞ കല്യാണത്തിന് സമ്മതിച്ചതും അയാളുടെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടെന്ന് അറിയാതെയാണ്. നിങ്ങളന്ന് ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ചതേ ഈ ലോകത്ത് എനിക്ക് സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും വേണമെന്ന് തോന്നിയത് കൊണ്ടാണ്. അബ്രാം എന്നെ ഇത്രയും കാലം മാറി നിന്ന് പൊതിഞ്ഞു പിടിച്ചിട്ടേ ഉള്ളൂ, ഞാൻ അറിയാതെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അന്ന് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങളെ കണ്ട് ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഏട്ടൻ്റെ ഈ മോൾക്ക് ഇങ്ങനൊരു മാനസികാവസ്ഥ വന്നാൽ ഏട്ടൻ അവളെ പെരുവഴിയിൽ ഉപേക്ഷിക്കുവോ? അവളുടെ അമ്മ ഉപേക്ഷിക്കുവോ? ഏട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ച വിഷമങ്ങളെല്ലാം കാരണക്കാരൻ നിങ്ങളാണ്. എൻ്റെ ശബ്ദം ഇടാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുണ്ണി പേടിയോടെ എൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു. ഈ വീട് ഇന്നെനിക്ക് അപരിചിതമാണ്. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് കുറ്റപ്പെടുത്തി അകറ്റി നിർത്തിയത് നിങ്ങളും. ഇനിയൊരിക്കലും ഇങ്ങോട്ട് വരില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തല ഉയർത്തി നിന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രം വന്നതാണ്. കുഞ്ഞുണ്ണിൻ്റെ കൈ പിടിച്ച് പടികളിറങ്ങുമ്പോൾ മനസ്സിലെ ഭാരം ഒഴിഞ്ഞിരുന്നു. ചിക്കു എന്തിനാ അവരോട് വഴക്കുണ്ടാക്കിയത്? അവർക്ക് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. സാരല്ല ചിക്കു, നമുക്ക് റാമില്ലേ? കുഞ്ഞുണ്ണിക്ക് റാമിന് ഇഷ്ടാണോ? സ്കൂട്ടിയിൽ അവനെ പിടിച്ച് കയറ്റുമ്പോൾ ചോദിച്ചു. അതെ, ഒത്തിരി ഇഷ്ടമാണ്. അമ്മയേക്കാൾ ഇഷ്ടാണോ? അല്ല, രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടാ. ഇന്നമ്മ ഓഫീസിൽ പോകുന്നില്ല, നമുക്ക് എവിടെ പോവേണ്ടേ? എന്നും നമുക്ക് ബീച്ചിൽ പോവാം, കുഞ്ഞുണ്ണി സന്തോഷത്തോടെ പറഞ്ഞു. മെയിൻ റോഡിലേക്ക് കയറുന്നിടത്ത് ഒരു സ്കോർപിയോ റോഡിലിട്ടിരിക്കുന്നത് കണ്ടാണ് സ്കൂട്ടി സ്ലോ ആക്കിയത്. സൈഡിൽ കൂടി എടുക്കാൻ നോക്കിയപ്പോൾ വണ്ടിയിൽ നിന്നും ഭദ്രൻ ഇറങ്ങി വഴി തടസ്സമായി നിന്നു. എന്നിൽ ഭയം ഇരച്ച് കയറി. അമ്മയും മോനും എവിടെ പോവാ? രക്ഷകനെ കണ്ടില്ലല്ലോ, എന്ന് പുറകെ കാണുന്നതാണല്ലോ. ഭദ്രൻ, വഴിയിൽ നിന്ന് മാറ്, ഞങ്ങൾക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? നിന്നെ കാണാൻ വേറൊരാൾ കൂടി വന്നിട്ടുണ്ട്. ഞാൻ ചുറ്റും നോക്കി. വേറെ വണ്ടികളൊന്നും വരുന്നില്ല. മെയിൻ റോഡ് ഒരു വളവിൻ്റെ അപ്പുറമാണ്. അവിടെ നിന്ന് ആർക്കും ഞങ്ങളെ കാണാൻ പറ്റില്ല. ഞാൻ വണ്ടി തിരിക്കാൻ നോക്കി. അപ്പോൾ പുറകിൽ 2 പേര് കൂടി വന്നു നിന്നു. ചിക്കു, എന്താ അങ്കിള് പറയുന്നേ? ഒന്നുമില്ല, കുഞ്ഞിനെ പേടിക്കരുത് കേട്ടോ. ഞാൻ അവനെ എടുത്ത് വണ്ടി ഓഫ് ചെയ്ത് റോഡിലിറങ്ങി. എൻ്റെ വെപ്രാളം കുഞ്ഞുണ്ണി മനസ്സിലാക്കിയെന്ന് തോന്നി. അവൻ ബാഗിൽ നിന്നും ഫോണെടുത്ത് ഡയൽ ചെയ്യാൻ നോക്കി. ചിക്കു, റാമിനെ വിളിക്കാം. ആരെ വിളിക്കുന്ന കാര്യം മോൻ പറയുന്നത്?
സ്കോർപിയോയിൽ നിന്നും ഒരു കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുമായി ഇറങ്ങി വരുന്ന കെവിനെ കണ്ട് എൻ്റെ ദേഹം തളരുന്നത് പോലെ തോന്നി. ഞാൻ പുറകോട്ട് ചുവടുകൾ വെച്ചു. നീ അവൻ്റെ കൂടെ പുറത്തു. അവൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ചതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ നിഴൽ നിന്നിൽ നിന്നും ഒന്ന് മാറാൻ നോക്കിയിരുന്നതാ ഇത്രയും നാള്. ഇന്നാണ് അവസരം കിട്ടിയത്. മോള് പോയി വണ്ടി കയറ്. ഇല്ല, ഞാൻ പിന്നെയും പുറകോട്ട് പോയി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടപ്പോ ഞാൻ ചത്തു എന്ന് നീ വിചാരിച്ചോ? ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അന്നറിയാതെ. ഇന്ന് നീ രക്ഷപ്പെടില്ല. അവൻ്റെ എച്ചിലാണെങ്കിലും കുഴപ്പമില്ല. നിന്നെ ഒരു ദിവസത്തേക്ക് എനിക്ക് വേണം. കെവിൻ പ്ലീസ്, എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കൊന്നുമില്ല, കുറച്ച് സ്നേഹിക്കും, അത്രേ ഉള്ളൂ. ചെക്കനെ എനിക്ക് വേണ്ട. അവന് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കളയാം. റാമിന്റെ വിത്തല്ലേ, വളർന്ന ഞങ്ങൾക്ക് തന്നെ പണി കിട്ടും. കെവിൻ എന്നെ കയ്യിൽ പിടിച്ചു. ഞാൻ പിടിച്ചു തള്ളിയപ്പോൾ അവൻ പുറകോട്ട് പോയി. പിടിച്ച് കയറ്റടാ ഇവളെ, ഭദ്രൻ കൂടെയുള്ളവരോട് പറയുന്നത് കേട്ടു. ഞാൻ കുഞ്ഞുണ്ണിയെ നിലത്ത് നിർത്തി. പുറകോട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ ഒരുത്തൻ എന്നെ പിടിച്ചു. കുഞ്ഞുണ്ണി, മോൻ ഓടിക്കോ, അല്ലെങ്കിൽ ഇവന്മാരെന്തെങ്കിലും ചെയ്യും, ഞാൻ വിളിച്ചു പറഞ്ഞു. ചിക്കു, അവൻ അനങ്ങാതെ നിന്ന് കരഞ്ഞു. ഭദ്രൻ അവനെ എടുക്കാൻ വന്നത് കണ്ട് ഞാൻ പിന്നെയും പറഞ്ഞു, കുഞ്ഞുണ്ണി, അമ്മ പറഞ്ഞത് കേക്ക്, രക്ഷപ്പെട്. ഭദ്രനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഓടി. കരഞ്ഞുകൊണ്ട് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഞാൻ അത് നോക്കി നിന്നു. എന്നെ വണ്ടിയിൽ കയറ്റി വായ പൊത്തിപ്പിടിച്ചു. കണ്ണുകളിൽ കരഞ്ഞുകൊണ്ട് ഓടുന്ന കുഞ്ഞുണ്ണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി മുഴുവനും ഡ്രിങ്ക്സ് കഴിച്ച് ബോധം കെട്ടാണ് ഉറങ്ങിയത്. കാശി വന്ന് വിളിച്ചപ്പോഴും തല പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മൊബൈലെടുത്ത സമയം നോക്കിയപ്പോൾ ചിക്കുവിൻ്റെ മിസ് കോൾ കണ്ടത്. എന്നെ വിളിക്കാൻ ചാൻസ് ഇല്ലല്ലോ, ചിലപ്പോൾ ദേവ് വിളിച്ചതാവും. തിരിച്ച് വിളിക്കേണ്ടെന്ന് ഓർത്തിട്ടും എന്തോ മനസ്സനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയൊരിക്കലും എൻ്റെ നിഴൽ പോലും അവരിൽ പതിക്കരുതെന്ന് പ്രോമിസ് വാങ്ങിയതാണ്. ഫ്രഷാകുമ്പോഴും മനസ്സ് അസ്വസ്ഥമായിരുന്നു. വേറെ വഴിയില്ലാതെ അംബികാൻ്റെ വിളിച്ച് ചോദിക്കാൻ തീരുമാനിച്ചു. അബി, നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ ആൻറ്റി? ശിശിരയും ആദ്യമോനും അമ്പലത്തിൽ പോയതാ, ഇതുവരെ വന്നില്ല. എപ്പോഴാ പോയത്? രാവിലെ വണ്ടി കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ പോയി. ഞാൻ വിളിച്ചു നോക്കി, ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അവർ വേറെ എവിടെയെങ്കിലും കയറി കാണും. വണ്ടി ഓടിക്കുന്നത് കൊണ്ട് എടുക്കാത്തതാവും. ആൻറ്റി സമാധാനിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ നെഞ്ചിലെന്തോ വിഷമം തങ്ങിക്കഴിഞ്ഞിരുന്നു. അബി, ശിശിര പോകുന്നതിന് മുന്നേ നിന്നോട് സോറി പറയാൻ പറഞ്ഞിരുന്നു. ആൻറ്റി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആൻറ്റി പറഞ്ഞത് കൂടി കേട്ടപ്പോൾ ചിക്കു അരുതാത്ത എന്തെങ്കിലും ചെയ്യുമോ എന്നായി ഭയം. ഇല്ല, അവൾ ഇത്രയും കാലം പിടിച്ചു നിന്നത് കുഞ്ഞുണ്ണിക്ക് വേണ്ടിയാണ്. അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ല. ടൗണിൽ അറിയാവുന്ന എല്ലാവരോടും വിളിച്ചന്വേഷിക്കാൻ പറഞ്ഞാണ് ബുള്ളറ്റ് എടുത്തത്. അബ്രാം ഭായ്, ശിശിരക്കുഞ്ഞിനോട് രാവിലെ ഞാനെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. കാശി പുറകിൽ നിന്നും വന്നു പറഞ്ഞു. എന്താ കാശി നീ പറയുന്നേ? അത് ഇന്നലെ ഭായിയുടെ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞു പോയതാ. ശിശിരക്കുഞ്ഞ് അവൻ കുറ്റവാളിയെ പോലെ നിന്നു. സാരമില്ല, അത്രയും പറഞ്ഞ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ചിക്കു പോകുന്ന വഴിയെല്ലാം അന്വേഷിച്ചു. സമയം കഴിയും തോറും ടെൻഷൻ കൂടി വന്നു. അന്വേഷിക്കാൻ ഏൽപ്പിച്ച എല്ലാവരോടും ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. മൊബൈലിൽ ബെല്ലടിക്കുന്നത് കേട്ട് വണ്ടി ഒതുക്കി അറ്റൻഡ് ചെയ്തു. അഭിമോനെ, ഞാൻ ബാലനാണ്. ശിശിരയും ആദിമോനെയും ശിശിരയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വഴി വെച്ച് ഞാൻ കണ്ടായിരുന്നു. വണ്ടി കടന്നു പോയത് കൊണ്ട് എന്നെ കണ്ടില്ല. പിന്നെ ബൈപ്പാസിലോട്ട് കയറുന്നതിന് മുന്നേ ഭദ്രൻ്റെ വണ്ടിയും കണ്ടു. ഇപ്പോൾ സുജിത്ത് വിളിച്ച് ശിശിരക്കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യം ഓർത്തത്. ബാലൻചേട്ടനോട് സ്ഥലം ഒന്നുകൂടി ചോദിച്ചിട്ട് ഞാൻ വണ്ടിയെടുത്തു. ബൈപ്പാസിൽ നിന്ന് തിരിയുന്ന വളവിൽ സ്കൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തി അവിടെ എല്ലാം നോക്കിയപ്പോൾ ചിക്കുവിൻ്റെ ബാഗും കിടക്കുന്നത് കണ്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ഒരു നിമിഷം ബാഗിനടുത്തിരുന്നു. കുറച്ചു മാറി മൊബൈലും കിട്ടി. എവിടെ പോയി തിരക്കും? ഞാൻ ചുറ്റും നോക്കി. റോഡ് സൈഡിലെ മരങ്ങൾക്കിടയിൽ എന്തോ അനങ്ങുന്നത് പോലെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് നോക്കി. ദേവ്! കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ വാരിയെടുക്കുമ്പോൾ അവൻ എന്നെ ഇറുക്കി പിടിച്ചു. റാം! അവൻ ഏകിക്കൊണ്ടിരുന്നു.
പേടിക്കേണ്ട കേട്ടോ, റാം വന്നില്ലേ? ഞാൻ അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. റാം ചിക്കുവിനെ അങ്കിളുമാരെ പിടിച്ചുകൊണ്ട് പോയി, അവൻ കരയുന്നിടയിൽ പറഞ്ഞു. കരയാതെ, ചിക്കുവിനെ നമുക്ക് രക്ഷപ്പെടുത്താം. അവനെ വെച്ച് ബുള്ളറ്റ് എടുക്കുമ്പോൾ ഭദ്രന്റെ ഗോഡൌണിന്റെ സ്ഥലങ്ങളെല്ലാം പോയി നോക്കാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ടൗണിൽ നിന്നും മാറി അവൻ ഒരു ഗോഡൌൺ എടുത്തത് ഓർമ്മ വന്നു. ആരോ വാങ്ങിയതാണെങ്കിലും അക്കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഒരു ഗോഡൌണിലെത്തി അവിടെ ഇല്ലെന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വണ്ടിയെടുത്തു. ദേവ് നന്നായി പേടിച്ചിട്ടുണ്ട്. അവനെ ആൻ്റെ അടുത്ത് ആക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ദേവിനെയും കൊണ്ട് പറ്റാവുന്നത്ര സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. ഗോഡൌണിന്റെ അടുത്ത് വണ്ടി നിർത്തി അകത്തേക്ക് കയറുമ്പോഴാണ് കണ്ടത് ചിക്കു വാരിൽ പൊത്തിപ്പിടിച്ച് വെച്ച് വെച്ച് വാതിലിന്റെ അടുത്തേക്ക് വരുന്നത്. ദേഹത്ത് മുഴുവൻ ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു. ചിക്കു! ദേവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. റാം, എൻ്റെ കുഞ്ഞുണ്ണിയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ ജന്മത്ത് റാമിൻ്റെ ചിക്കു ആവാൻ എനിക്ക് സാധിച്ചില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് റാമിൻ്റെ മാത്രം ചിക്കു ആവണം. ഈ ജന്മത്ത് തരാൻ സാധിക്കാത്ത സ്നേഹം എല്ലാം തരണം. സോറി റാം. അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീണ് കണ്ണുകൾ അടയ്ക്കുമ്പോൾ പറഞ്ഞു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.